ഡോക്ടറെ, എന്റെ ഡോഗ് ഭക്ഷണം കഴിക്കുന്നില്ല. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇന്ന് തൊട്ട് ഒന്നും കഴിക്കുന്നില്ല. എപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കേണ്ടത്? ഒരു നേരം കഴിക്കാതിരിക്കുമ്പോഴാണോ, അതോ 2 ദിവസം കഴിക്കാതിരിക്കുമ്പോഴാണോ, അതോ 2 ആഴ്ച കഴിക്കാതിരിക്കുമ്പോഴാണോ? അനോറെക്സിയ അഥവാ വിശപ്പില്ലായ്മ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഡോക്ടറിന് വിശപ്പില്ലാതെയാകുന്നത്, അതിനുള്ള പരിഹാരം എന്താണ്, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്, എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. വിശപ്പില്ലായ്മയ്ക്ക് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന് മെഡിക്കൽ റീസൺസ്, രണ്ടാമത്തേത് ചുറ്റുപാടും അവരുടെ സ്വഭാവ സവിശേഷതകളും. മെഡിക്കൽ റീസൺസ് നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഡോഗ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡോഗ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് എന്നുള്ളത്. മെഡിക്കൽ റീസൺസിൽ 4 കാര്യങ്ങൾ നമ്മൾ ഇതിനായിട്ട് പറയുന്നത്. ഒന്നാമത്തേത് ഡെന്റൽ പ്രോബ്ലം, അതായത് പല്ലും വായൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. പല്ല് പൊട്ടിപ്പോകുന്നത്, പല്ല് കേടുവരുന്നത്, മോണയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, മൗത്തിൽ അൾസർ ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങി എന്തും ഈ പ്രശ്നത്തിന് കാരണമാകാം. അപ്പൊ തീർച്ചയായിട്ടും വായിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ ഭക്ഷണം കഴിക്കൽ കുറയുന്ന വേദന കാരണമുണ്ട്. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ദന്തരോഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ദന്തരോഗങ്ങൾ നിയന്ത്രിക്കാൻ പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് പല്ല് തേക്കുന്നതാണ്. അപ്പൊ എത്ര തവണ പല്ല് തേക്കണം? ദിവസം ഒരു നേരമെങ്കിലും പല്ല് തേക്കണം. അത് പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ 3-4 തവണ എങ്കിലും പല്ല് തേക്കണം. എനിക്കറിയാം നമ്മുടെ നാട്ടിലെ പല പട്ടികളും പൂച്ചകളും ഒന്നും ജീവിതത്തിൽ ഒരിക്കലും പോലും പല്ല് തേക്കാത്തവരാണ്. പക്ഷെ പല്ല് തേക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ദന്തരോഗങ്ങൾ നമുക്ക് കുറയ്ക്കുവാനും അതുമൂലം ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ അഥവാ അനോറെക്സിയ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ഈ പല്ല് തേക്കണം, പല്ല് രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പുച്ഛിച്ച് തള്ളൊന്നും വേണ്ട. അമേരിക്കൻ വെറ്ററിനറി മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഏകദേശം 80% ഡോഗുകൾക്കും കാറ്റുകൾക്കും 3 വയസ്സാകുമ്പോഴേക്കും എന്തെങ്കിലും തരത്തിലുള്ള ദന്തരോഗം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പല്ല് തേക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്കുള്ള ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. കുറച്ച് നല്ല ബ്രാൻഡിന്റെ ടൂത്ത് ബ്രഷുകളും ടൂത്ത് പേസ്റ്റുകളും ഞാൻ ലിങ്കിലിടാം. ഇനി രണ്ടാമത്തതും വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇഷ്യൂസ്, അതായത് വയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. അതായത് ആമാശയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, ചെറുകുടലിനോ വൻകുടലിനോ അതുമായി ബന്ധപ്പെട്ട എന്തിനും ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അതായത് വയറിളക്കം, ഛർദി, ഗ്യാസ്, അസിഡിറ്റി, വല്ല കല്ലോ മുള്ളൊക്കെ കയറിയിട്ട് കുടൽ അടഞ്ഞു പോകുക, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഒക്കെ ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് വിശപ്പില്ലായ്മയായിരിക്കും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻഫെക്ഷൻ ആൻഡ് ഫീവർ. അപ്പൊ അതെന്തുകൊണ്ടും ആവാം. അതായത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വൈറസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഹീമോ പ്രോട്ടോസോൺ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തുകൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷനും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പനിയും വിശപ്പില്ലായ്മയിലേക്ക് നയിക്കും. നാലാമതാണ് കിഡ്നി ആൻഡ് ലിവർ ഇഷ്യൂസ്. അപ്പൊ നമ്മുടെ കിഡ്നിയും ലിവറുമാണ് നമ്മുടെ ബോഡിയിലെ ടോക്സിക് മെറ്റീരിയൽസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നത്. അപ്പൊ കിഡ്നിക്കോ ലിവറിനോ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും ടോക്സിക് മെറ്റീരിയൽസ് നമ്മുടെ ബ്ലഡിൽ നിൽക്കാനായിട്ട് സാധ്യത കൂട്ടുകയും അതുമൂലം നോസിയ, വോമിറ്റിംഗ് പോലെയുള്ള ടെൻഡൻസികൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് വിശപ്പില്ലായ്മ ഉണ്ടാവുകയും ചെയ്യാം. ഇനി നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ്, ചുറ്റുപാടും സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശപ്പില്ലായ്മ. ഇതിൽ 3 ചെറിയ കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി മൂലം ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ. അപ്പൊ നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് നിങ്ങളെ പെറ്റിനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ പുതിയൊരാൾ വന്നു, അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടി, അങ്ങനെ എന്ത് കാര്യവും അവർക്ക് സ്ട്രെസ്സോ ആൻസൈറ്റി ഉണ്ടാക്കുന്ന കാര്യം വരുമ്പോഴും വിശപ്പില്ലായ്മ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം. അപ്പൊ ചില ഡോഗ്സിനും കാറ്റ്സിനും ഒക്കെ ചില ഫേവറേറ്റ് ഫുഡ്സ് ഉണ്ടാവും. പ്രത്യേകിച്ച് കാറ്റ്സിന് അവർക്ക് ഒരു പ്രത്യേക ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ കഴിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ കാര്യം ഉണ്ട് വെച്ചെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫുഡ് മാറ്റിയത് കൊണ്ടാവാം അവർ കഴിക്കാതിരിക്കുന്നത്. മൂന്നാമതാണ് ടെമ്പറേച്ചർ ആൻഡ് ബൗൾ, അതായത് നമ്മുടെ ഭക്ഷണത്തിന്റെ ചൂട്. നമ്മുടെ നാട്ടിലൊന്നും അത്ര ഒരു വലിയ പ്രശ്നമല്ല, പക്ഷെ പുറത്തുള്ള നാടുകളിൽ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ രാജ്യങ്ങളിലൊക്കെ ഭക്ഷണം ഒത്തിരി കോടായി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കാര്യമാണ് അതിൽ വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ വീതി വളരെ കുറവാണ് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഹൈറ്റ് വളരെ കൂടുതലാണ് വെച്ചെങ്കിൽ ഭക്ഷണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് പൂച്ചകൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള നല്ല രീതിയുള്ള ബൗൾസ് ആണ്, കാരണം അവർക്ക് വിസ്കസ് സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാടും സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് അവർക്ക് ആൻസൈറ്റി ഉണ്ടാവുന്ന, സ്ട്രെസ് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ ആവശ്യമുള്ള വലുപ്പത്തിലുള്ള പാത്രങ്ങൾ വെക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിശപ്പില്ലായ്മ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ദന്തരോഗങ്ങൾ, ഇൻഫെക്ഷൻ, ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? അതിനുള്ള ഉത്തരം ഞാൻ പറയണമെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? നിങ്ങളെ പറ്റി 24 മണിക്കൂറായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ, വലിയ ഡോക്ടറിന് 48 മണിക്കൂർ വരെ പോകാം, കഴിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും 24 മണിക്കൂറിൻ്റെയോ 48 മണിക്കൂറിൻ്റെയോ സമയം വെച്ച് നിൽക്കരുത് അവർക്ക് ഈ താഴെ പറയുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ. അതായത് പലതവണ ഛർദ്ദിക്കുക, വയറിളക്കം ഉണ്ടാവുക, വായിൽ നിന്ന് നൊരയും പതയൊക്കെ വരിക, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, വിശപ്പില്ലായ്മ എന്ന് പറയുന്ന ചെറിയൊരു സംഭവം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ എന്താണ് ഒരു പരിഹാരം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതിവിധി, എങ്ങനെ ഇത് സോൾവ് ചെയ്യാം?
കൃത്യമായിട്ട് എല്ലാ കൊല്ലവും വാക്സിനേഷൻ നടത്തുക, ആനുവൽ വാക്സിനേഷൻ ചെയ്യുക, വിര ഇളക്കുക, കൃത്യമായിട്ട് എല്ലാ കൊല്ലവും ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് നടത്തുക, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ ഭക്ഷണക്രമത്തിൽ കൃത്യമായ സമയത്ത് മാത്രം ഭക്ഷണം കൊടുക്കുക, ട്രീറ്റ്സ് കൊടുക്കുന്നത് കൺട്രോൾ ചെയ്യുക, കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ പേര് ഒരിക്കലും നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നില്ല. എനിക്ക് പനിക്കുന്നുണ്ടെന്നോ, ഞാൻ കഠിനമായ വേദനയിലാണെന്നോ, എനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ലെന്നോ ഒരിക്കലും നിങ്ങളുടെ പേര് നിങ്ങളോട് പറയാൻ പോകുന്നില്ല. നമ്മുടെ സമയക്കുറവ് കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും അവരുടെ ലോകത്തിലെ വെളിച്ചം കെടുത്താതിരിക്കുക. കാരണം അവരുടെ ലോകം നിങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്.